ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക്, നമ്മുടെ ഫോട്ടോഗ്രാഫർമാർക്ക് പലരും നമ്മുടെ കയ്യിലിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹത്തിന് പോയി. അപ്പോൾ അവിടെ നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് നടന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഞാൻ ഇത് തന്നെ പറയാം. ആ പുള്ളിയുടെ കയ്യിലിരിക്കുന്നത് ക്യാനോണിൻ്റെ 70-200 ലെൻസാണ്. 2.8 70-200 ക്യാനോണിൻ്റെ ലെൻസ് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ കപ്പിളിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് പുറത്ത് വന്നിട്ട്. അപ്പോൾ ഇദ്ദേഹം 70-200 ഇത് ഇട്ടിരിക്കുന്നു. എന്നിട്ട് അപ്പർച്ചർ, അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ല പ്രകാശമുണ്ട്. സോ ഇദ്ദേഹം ഈ 70-200 ലെൻസ് ഇട്ടിട്ട് അപ്പർച്ചർ 8 വാല്യൂ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ എനിക്കത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താ, അപ്പോൾ ലൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി 8 ഇട്ടിരിക്കുന്നത്. സോ ഈ 8 അപ്പർച്ചർ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ 2.8 ലെൻസ് എന്തിനാണ് ആവശ്യം? നിങ്ങൾക്ക് 4 ഓപ്പണിങ്ങുള്ള ലെൻസ് ഉണ്ടായിരുന്നില്ലേ, അതെടുത്താൽ പോരെ. ഈ 2.8 ലെൻസ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി കൂടി ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റുമായിട്ടുള്ള ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2.8 ലെൻസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അത് മനസ്സിലാക്കാതെ 8 ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നു. അദ്ദേഹത്തെ നമുക്കതിന് കുറ്റം പറയാത്തില്ല. കാരണം അദ്ദേഹം നോക്കുമ്പോഴത്തേക്ക് കുറേ ഫോട്ടോഗ്രാഫർമാരുടെ ഇടയിൽ 2.8 ലെൻസൊക്കെ ഇരിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള വലിയ ലെൻസൊക്കെ എടുത്താലേ ഉള്ളൂ വർക്ക് കിട്ടുള്ളൂ എന്നുള്ള ചിന്തയായിരിക്കും ഒരു പക്ഷേ പുള്ളി അത്തരത്തിലുള്ള ലെൻസ് എടുക്കാനായിട്ടുള്ള കാരണം. പക്ഷേ ആ ലെൻസിൻ്റെ ശരിയായ ഉപയോഗം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല എന്ന് എനിക്ക് തോന്നി. സോ നമ്മൾ ഈ 2.8 ലെൻസൊക്കെ എടുക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് ബ്ലറായിട്ട് ഉള്ള എഫക്റ്റിലൊക്കെ നമുക്ക് പടം എടുക്കാൻ, ചിത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ അത്തരത്തിലുള്ള മീൻസ് ഇത്തരം ഈ 70-200 പോലെയുള്ള ലെൻസുകൾ 2.8 നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ 8 ഒക്കെ ഇട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അത്രയും ഡെപ്ത് ഓഫ് ഫീൽഡ് അതിൻ്റെ ഇത് കൂടുതലാവും. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച അത്രയും എഫക്റ്റുകളൊന്നും കിട്ടണമെന്നില്ല. സോ നമ്മുടെ കയ്യിലിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്താണെന്ന് ആദ്യം ഫസ്റ്റിലേ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസുകളും അത് എന്തൊക്കെ ക്വാളിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും ഉള്ള അവയർനെസ് ആദ്യം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ഗിയേഴ്സുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെപ്പോഴും നമ്മുടെ കൂട്ടത്തിലാണ്. ചിലപ്പം ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഗിയേഴ്സ് നമുക്ക് ഇച്ചിരി കൂടി ക്രിയേറ്റീവായിട്ട് നമ്മുടെ സാധനങ്ങൾ, ലെൻസുകൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സോ ഫോട്ടോഗ്രാഫർമാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് മനസ്സിലാക്കുക. മറ്റൊരു വിവാഹത്തിൽ പോയപ്പോഴത്തേക്കും നടന്നൊരു സംഭവം കൂടി പറയാം. അപ്പോൾ സ്റ്റേജിൽ ഫോട്ടോ എടുക്കുകയാണ്. ഗ്രൂപ്പ് ഫോട്ടോകളിങ്ങനെ നിരന്തരം ആളുകളിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പം ഞാനും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഈ 70-200 ലെൻസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കാരണം എല്ലാം ഒരു 4 പേര് 5 പേരൊക്കെ വരുന്ന ഗ്രൂപ്പുകളായിരുന്നു. അപ്പോൾ എനിക്ക് 70-200 ഇട്ടിട്ട് എനിക്കത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന എൻ്റെ ഓപ്പോസിറ്റ് വന്ന ഫോട്ടോഗ്രാഫറും 70-200 ലെൻസ് ഇട്ടിട്ട് അദ്ദേഹം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ പെട്ടെന്ന് ഒരു വലിയൊരു ഗ്രൂപ്പ് വന്നു. കാരണം ഈ വരൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കൾ ഒരു വലിയൊരു ഗ്രൂപ്പ് വന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടടുത്ത് നിന്ന ഫോട്ടോഗ്രാഫർ അവൻ പെട്ടെന്ന് തന്നെ ലെൻസ് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ അത് ചേഞ്ച് ചെയ്യാനൊന്നും പോയില്ല. കാരണം ഞാൻ ആ 70-200 തന്നെ ഇട്ടിട്ട് ഞാനിതിനെ 3 സ്പ്ലിറ്റ് ചെയ്ത് പടം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷോപ്പിൽ മെർജിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ മെർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇട്ടിട്ട് ഞാനതങ്ങ് മെർജ് ചെയ്ത് ഒറ്റ സിംഗിൾ ഫോട്ടോ ആക്കി എടുക്കുകയാണ്. കാരണം ഞാൻ അവിടെ ലൈറ്റപ്പ് ചെയ്താണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സെയിം ലൈറ്റപ്പാണ് എനിക്ക് സെയിം ലൈറ്റപ്പിൽ എനിക്ക് 3 ക്ലിക്ക്, അതായത് ഫസ്റ്റിലെ ഒരു പോർഷൻ, സെക്കൻഡ് പോർഷൻ, തേർഡ് പോർഷൻ, അങ്ങനെ 3 പോർഷനിൽ എനിക്ക് ഒറ്റ പടം 3 പടങ്ങൾ ഞാൻ എടുക്കുന്നു. ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ച് മെർജിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഒറ്റ പടമായിട്ട് എനിക്ക് കിട്ടി. ഞാൻ അവിടെ ലെൻസ് മാറി പിന്നെ വീണ്ടും അടുത്ത ലെൻസ് വീണ്ടും എടുത്തിട്ട് എൻ്റെ ടൈമൊന്നും കളയേണ്ട കാര്യം എനിക്ക് വന്നിട്ടില്ല. സോ എനിക്ക് ആ സെയിം ലെൻസിൽ തന്നെ എനിക്ക് പടം എടുക്കാൻ പറ്റി. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളും കൂടി നമ്മൾ വർക്കുകളിലൊക്കെ ഉപയോഗിക്കണം. നമ്മുടെ സമയം ഒത്തിരി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ചിന്തകളും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ എഴുതി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുകയൊന്നും ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.